UDF-ൽ പുതിയ പോരിന് തുടക്കമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് താൽക്കാലികമായി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും വിട്ടുനിന്ന കെ സുധാകരൻ തനിക്ക് തിരികെ ലഭിച്ച അധികാരം പൂർവാധികം ശക്തിയോടെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ. സുധാകരന്റെ അസാന്നിധ്യത്തിൽ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസൻ എടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ടാണ് സുധാകരൻ തന്നെ തഴഞ്ഞവർക്കുള്ള മറുപടി കൊടുത്തത്. ഹസനുമായി അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കെ MM ഹസനോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KPCC പ്രസിഡന്റ്. സുധാകരന്റെ കടുത്ത നിലപാടുകൾ കോൺഗ്രസിനുള്ളിൽ പുകയുകയാണിപ്പോൾ. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ശ്രമങ്ങൾ നടന്നിരുന്നു. KC വേണുഗോപാലും VD സതീശനും ഒത്തുകളിച്ച് സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒതുക്കാൻ ശ്രമങ്ങൾ നടന്നുവെന്ന് ആക്ഷേപമുയർന്നിരുന്നു. കൂടാതെ സംഘടന ദുർബലം, ഫണ്ട് ശേഖരണത്തിൽ ദുരൂഹത തുടങ്ങിയ സുധാകരനെതിരായ പ്രചരണം ശക്തമായിരുന്നു. തനിക്കെതിരായ പല ആരോപണങ്ങളും നിലനിൽക്കെ തന്നെ KPCCയുടെ ചുമതല തിരിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള നേതാക്കളുടെ നീക്കം സുധാകരൻ തന്ത്രപരമായി പൊളിച്ചിരുന്നു. ഹൈക്കമാൻഡിനോട് വാശി പിടിച്ചാണെങ്കിലും തന്റെ പ്രസിഡന്റ് സ്ഥാനം സുധാകരൻ നേടിയെടുത്തു. VD സതീശനും MM ഹസനും മറ്റു നേതാക്കൾക്കും കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു അത്. പക്ഷേ ഈ പോരിനിടയിൽ വ്യക്തമാകുന്നത് ഇതോടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ MA ലത്തീഫ് ഇനിയും കോൺഗ്രസിലേക്ക് വരാനുള്ള തടസ്സങ്ങൾ കൂടുകയാണ് എന്നാണ്. തിരുവനന്തപുരത്തെ A ഗ്രൂപ്പിന്റെ തലയെടുപ്പുള്ള നേതാവായിരുന്നു ലത്തീഫ്. KPCC ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കെ MM ഹസൻ റദ്ദാക്കിയ ലത്തീഫിന്റെ സസ്പെൻഷൻ ഒരാഴ്ചയ്ക്കകം KPCC പ്രസിഡന്റ് കെ സുധാകരൻ പുനഃസ്ഥാപിക്കുകയാണ്. A ഗ്രൂപ്പിൽ കടുത്ത അമർഷമാണ് ഇത് സൃഷ്ടിച്ചത്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നുള്ള KPCC സെക്രട്ടറി MA ലത്തീഫ് വീണ്ടും സസ്പെൻഷനിൽ തന്നെ തുടരുന്നു. 2022 നവംബറിൽ ലത്തീഫിനെ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സുധാകരൻ സസ്പെൻഡ് ചെയ്തിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഹസന് താൽക്കാലിക ചുമതല ലഭിച്ചപ്പോഴാണ് ലത്തീഫിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയത്. വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ ഹസൻ പല തീരുമാനവും എടുത്തുവെന്നും അത് പുനഃപരിശോധിക്കുമെന്നും KPCCയിൽ വീണ്ടും എത്തിയ സുധാകരൻ പറഞ്ഞിരുന്നു. അങ്ങനെ വീണ്ടും കഴിഞ്ഞ ദിവസം ലത്തീഫിനെ സസ്പെൻഷനിലാക്കി. സസ്പെൻഷൻ പിൻവലിച്ചു നൽകിയ അറിയിപ്പ് സാങ്കേതികമായും വസ്തുതാപരമായും ശരിയല്ലെന്ന് ലത്തീഫിനുള്ള കത്തിൽ പറയുന്നു. ബൂത്ത് തലം മുതൽ DCC വരെയുള്ള നേതാക്കൾ സസ്പെൻഷൻ പിൻവലിച്ചതിനെതിരെ പരാതിപ്പെട്ടതായും കത്തിലുണ്ട്. എന്നാൽ ഗ്രൂപ്പ് താൽപര്യം വെച്ചുള്ള നടപടി മാത്രമാണിതെന്നാണ് A ഗ്രൂപ്പിന്റെ നിലപാട്. A ഗ്രൂപ്പിനെതിരെ KPCCയിൽ തുടരുന്ന അവഗണനയ്ക്ക് തെളിവാണ് ഈ വിഷയമെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ലത്തീഫാണെന്ന പാർട്ടി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2021 ലത്തീഫിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പിന്മാറി. ഇത് പിൻവലിച്ചില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തീരദേശ സന്ദർശനത്തിന്റെ ഭാഗമായി മുതലപ്പുഴയിലെ സന്ദർശനം തടയാൻ MA ലത്തീഫ് നിർദ്ദേശം നൽകിയെന്ന് കമ്മീഷൻ കണ്ടെത്തിയെന്നാണ് KPCC പറയുന്നത്. KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ആഹ്വാനം നൽകി, കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി യോഗങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങി ഗുരുതര അച്ചടക്ക ലംഘനങ്ങളും ലത്തീഫിനെതിരെ ആരോപിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനായി വീണ്ടും ചുമതലയേറ്റതിന് തൊട്ടുപിറകെയാണ് MA ലത്തീഫിനെ തിരിച്ചെടുത്ത നടപടി സുധാകരൻ റദ്ദാക്കിയത്. ഇങ്ങനെയൊരു തീരുമാനം സുധാകരൻ എടുക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പുണ്ടായിരുന്നു. കാരണം സുധാകരൻ വീണ്ടും സ്ഥാനം ഏറ്റെടുക്കാൻ എത്തിയപ്പോൾ താൽക്കാലിക പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്ന MM ഹസൻ ചടങ്ങിന് എത്തിയിരുന്നില്ല. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും കെ സുധാകരൻ തുറന്നടിച്ചിരുന്നു. മാത്രമല്ല ഹസൻ പ്രസിഡന്റായിരിക്കെ എടുത്ത തീരുമാനങ്ങളിൽ കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നും അന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. ഹസനും സുധാകരനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും അതോടൊപ്പം MA ലത്തീഫിനെ ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കില്ല എന്ന് KPCC
അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനെത്തിയപ്പോൾ കെ സുധാകരൻ നടത്തിയ പ്രതികരണത്തിലൂടെ വ്യക്തമായതാണ്. ഹസൻ എടുത്ത ചില തീരുമാനങ്ങൾ റദ്ദാക്കുമെന്ന് സുധാകരൻ അന്ന് സൂചിപ്പിച്ചു. കസേരയിൽ നിന്ന് അങ്ങനെയൊന്നും തന്നെ ഇറക്കാനാകില്ലെന്ന മുന്നറിയിപ്പും സുധാകരൻ നൽകി. അതിനുശേഷമാണ് കടുത്ത നടപടികളുമായി സുധാകരൻ രംഗത്തിറങ്ങുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് KPCCയുടെ താൽക്കാലിക പ്രസിഡന്റായിരുന്ന MM ഹസൻ കൈക്കൊണ്ട തീരുമാനങ്ങൾക്കുമേൽ കെ സുധാകരൻ കടുംവെട്ടിട്ടുകൊണ്ടാണ് തുടക്കം. അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ അടുത്ത നീക്കം എന്താണെന്നാണ് കോൺഗ്രസ് നേതൃത്വം ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്നത്.